ഹായ് ഹലോ, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ നമ്മുടെ മദ്രസയ്ക്ക് പോണ വഴി കൂടെ ഇങ്ങനെ ഒന്ന് പാടത്ത് തോടും പാടമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാട്ടോ. നമ്മുടെ ഏട്ടത്തിൻ്റെ മോളുണ്ട്, അവളെ മോളുണ്ട്, ആങ്ങളുടെ മോളുണ്ട്, എൻ്റെ മോനുണ്ട്. ഞങ്ങളെല്ലാവരും പാടെ ഇങ്ങനെ പുതിയ നാത്തൂനുണ്ട്. അപ്പോൾ എല്ലാവരും പാടെ ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങൾ ഇത് തന്നെയാണ് പോവുക, ഇത് ഇന്ന സ്ഥലമാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ പോവുക കേട്ടോ. ചെറിയ തോടാണ്, അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. കുറേ ആയിക്കണു ഞാൻ ഈ പരിസരത്ത് ഈ സ്ഥലത്ത് കൂടെ ഒക്കെ വന്നിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും കേട്ടോ. കുറേ ആയിക്കണു പോയിട്ട്. ഇതാ ഈ ബൈക്ക് നിൽക്കുന്ന അവിടെ ഒരു ചെറിയൊരു വഴി കണ്ടോ, അങ്ങോട്ട് ആ വഴി കൂടെ ഒക്കെ ഞങ്ങൾ ഈ വഴി കൂടെ ഞങ്ങൾ തറവാട്ടിൽ നിന്ന് വരിക. ആദ്യം കാട് മേയ്ക്കാനൊക്കെ അതിനെ കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഈ ഡബ്ബർ തോടി ആരുടെയാണ് എന്നുള്ളതൊക്കെ ഓരോന്നിങ്ങനെ ഇവിടുന്ന് ആ തോട് വരെ എത്തുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ മോനക്കും കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോകും കേട്ടോ. ഭയങ്കര ജലദോഷമുള്ള തൊണ്ടവേദനയും മൂക്കടപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പോണ വഴിക്കൊക്കെ നമ്മുടെ എൻ്റെ ഉമ്മാൻ്റെ അമ്മാമ്മമാരുടെ മക്കൾ 3-4 ആൾക്കാരുണ്ട് കേട്ടോ. അവരെ അമ്മാമ്മമാരുടെയൊക്കെ തൊടികളൊക്കെ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്ന് തോടെത്തിട്ടോ. തോട് പറഞ്ഞാൽ ആദ്യമൊക്കെ ഇതിനെക്കാട്ടിയും വലിയ തോടായിരുന്നു. ഇപ്പോഴൊക്കെ മൊത്തത്തിലൊരു കൊണസായിട്ടുണ്ട്. തോടൊക്കെ ചെറുതായ പോലെ തോന്നുക. അപ്പോൾ ഈ തോട് കടന്നിട്ട് ഞങ്ങൾ ഈ വരമ്പത്തോടെയാണ് കേട്ടോ മദ്രസയ്ക്ക് പോവുക. എത്ര മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഇതിൽ തന്നെയാണ് പോവുക. ഈ വരമ്പത്തോടെ ഇങ്ങനെ പോകും. മഴക്കാലമായാൽ ഇതായിരിക്കും കോലം. പിന്നെ അതല്ലാത്ത സമയത്ത് ഈ പാടത്ത് വരമ്പ് പൊതിയാന്ന് പറയില്ലേ, ആ വരമ്പ് പൊതിഞ്ഞ സമയത്ത് ആ ചേറ് കൂടെ ഞങ്ങൾ പൂന്തി അങ്ങനെ പോകും. അങ്ങനെയൊക്കെ ഇവിടെ കാണുന്ന നല്ല രസം കേട്ടോ. ഈ നേരത്ത് 5:30-6 മണിയൊക്കെ ആവാനായിരിക്കണു. ഇവിടെ എൻ്റെ ഏട്ടത്തിൻ്റെ പേരക്കുട്ടി ഭയങ്കര കളിയിലാണ് കേട്ടോ വെള്ളത്തിൽ. അപ്പം ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ വീടൊക്കെയാണ് ആ ഭാഗത്ത് കാണുന്നത്. ആ കുറച്ച് വെള്ള വീട് കാണുന്നുണ്ടോ, അവിടെയൊക്കെ ഉമ്മാൻ്റെ ആങ്ങളാർ, അതുപോലെ നമ്മളെ അമ്മാമ്മമാരുടെ വീടൊക്കെയാണ് കേട്ടോ. അവിടെ വെള്ളമൊക്കെ കലക്കി മറിച്ചിട്ടാണ് അവിടെ കളി. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണു. ഭയങ്കര കളിയിലാണ്, എന്തൊക്കെയോ പറയുന്നുണ്ട്. മീൻ പിടിക്കാൻ പറ്റുമ്പോൾ ഞാൻ വന്ന് എവിടെ എന്നിട്ട് അപ്പൊ ഞങ്ങൾ ആദ്യം ഇവിടെയാണ് കുളിക്കാൻ വരിക. ഈ തോട്ടിലാണ് കുളിക്കാനൊക്കെ വരിക. അപ്പൊ ഇവിടെ തിരുമണ സ്ഥലവും കാര്യങ്ങളൊക്കെ ആണ് മോനക്ക് പറഞ്ഞു കൊടുക്കട്ടോ. ഇതാണ് അയ്യരുമല, കല്ലൂര് മലയാണ് കേട്ടത്. കല്ലൂര് ബാലൻ എന്ന് പറഞ്ഞിട്ട് ഒരു പച്ച ഡ്രസ്സിട്ട് പച്ച ഹരിത പരിപാടി എന്നൊക്കെ പണ്ടൊരു കല്ലൂര് ബാലൻ അറിയപ്പെടുന്ന ആള് ഈ മലൻ്റെ ചോട്ടിലാണ് അയാളുടെ വീട് കേട്ടോ. അയാൾ ഫ്രൂട്ട്സ് കടയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വേണ്ടാത്ത ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ആ മലൻ്റെ നടുവിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും, കുരങ്ങ് പക്ഷികളൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ.